Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss what do you mean by allocation and apportionment of overhead. Allocation of overhead and apportionment of overhead. Then what are the differences between allocation and apportionment of overhead? Let's start. What do you mean by allocation? Allocation of overhead or identification of overhead with a specific cost center or cost unit is essential for cost control and decision making. For what purpose it is allocated? Cost control and decision making purpose. Decision making purpose and cost control purpose in allocation of overhead അല്ലെങ്കിൽ identification of overhead നമ്മൾ ചെയ്യുന്നത്. Okay. The ICMA terminology defines allocation as the allotment of whole item of cost to the cost center or cost unit. ഓവർഹെഡിനെ ഓരോ കോസ്റ്റ് സെൻറ്റേഴ്സിലേക്ക് അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക, അലോക്കേഷൻ എന്ന് പറയുക. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായ എക്സ്പെൻസിനെ അതത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുക. ഓരോ എക്സ്പെൻസസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന്, സപ്പോസ് എ ബി സി 3 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് എത്ര രൂപ എക്സ്പെൻസായി അത് ആ എ ഡി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുക. അതുപോലെ ബിയുടെ ടോട്ടൽ എക്സ്പെൻസസ് എത്രയാണ് അത് ബിക്ക് അലോട്ട് ചെയ്യുക. അങ്ങനെ ഡയറക്റ്റായിട്ട് അലോക്കേഷൻ നടക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക, അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ അലോട്ട്മെൻറ്റ് ഓഫ് ഹോൾ ഐറ്റം ഓഫ് കോസ്റ്റ് ടു ദ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. Then what do you mean by apportionment of overhead? What do you mean by apportionment of overhead? It means proportional allotment of overhead expenses which cannot be wholly charged to a particular department. ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസിനെ എന്ത് ചെയ്യുക, പ്രൊപ്പോർഷണേറ്റായിട്ട് അലോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക, അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുക. ഓക്കെ, ICMA terminology defines it as the allotment of proportions of items of cost to cost center or cost unit. പ്രൊപ്പോർഷണേറ്റായിട്ട് കോസ്റ്റ് സെൻറ്റേഴ്സിലേക്ക് അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിലേക്ക് എക്സ്പെൻസസിന് അലോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക, അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുക. ഡയറക്റ്റ്ലി അലോക്കേറ്റ് ചെയ്യുന്നു ഒരു കോസ്റ്റ് സെൻറ്റേഴ്സിലേക്ക് കോസ്റ്റ് യൂണിറ്റിലേക്ക് ഡയറക്റ്റ്ലി അലോട്ട് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ അതിനെ അലോക്കേഷൻ എന്നും, അത് പ്രൊപ്പോർഷണേറ്റായിട്ട് അലോട്ട്മെൻറ്റ് ചെയ്യുന്നു എങ്കിൽ അതിനെ അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നു. ഓക്കെ. Then what are the differences between allocation and apportionment? What are the differences between allocation and apportionment? First difference is that it is the allotment of whole item of cost to cost center or cost unit. All item of cost are directly transferred or allotted to cost center or cost unit is called allocation. ഓക്കെ, ഒരു എക്സ്പെൻസസിനെ അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻസിനെ ഫുള്ളായിട്ടും നമുക്കൊരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നു എങ്കിൽ, അങ്ങനെ അലോട്ട് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ അതിനെയാണ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുക. ബട്ട് ഇൻ അപ്പോർഷൻമെൻറ്റ് നോക്കിയേ, ഇറ്റ് ഈസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ഐറ്റം ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഒരു എക്സ്പെൻസ് ഫുള്ളായിട്ട് നമുക്ക് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അലോട്ട് ചെയ്യാൻ പറ്റില്ല. ആ എക്സ്പെൻസിൻ്റെ സം പോർഷൻ മാത്രം ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, അലോട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ഒരു ഐറ്റത്തിൻ്റെ പ്രൊപ്പോർഷണൽ എക്സ്പെൻസസ് മാത്രം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് നമ്മൾ അലോട്ട് ചെയ്യുന്നു എങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുക. ഹോൾ ഐറ്റം കോസ്റ്റ് സെൻറ്ററിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ ട്രാൻസ്ഫർ ചെയ്താൽ അലോട്ട്മെൻറ്റും, ഒരു ഹോൾ ഐറ്റത്തിൻ്റെ പോർഷൻ മാത്രം കോസ്റ്റ് സെൻറ്റേഴ്സിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നുവെങ്കിൽ അല്ലെങ്കിൽ അലോട്ട് ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ second one is there is no need of a basis for the allocation of overhead to departments. There is no need of a basis. ഇവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ഒരു ബേസിൻ്റെ ആവശ്യമില്ല. അതാത് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായ എക്സ്പെൻസ് അതാത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ അവിടെ അത് അപ്പോർഷൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുന്നതിന് എന്തിൻ്റെ ആവശ്യമില്ല, ഒരു ബേസിസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ദർ ഈസ് നോ നീഡ് ഓഫ് എ ബേസിസ് ഫോർ ദ അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് ടു ഡിപ്പാർട്ട്മെൻറ്റ്സ്. ബട്ട് ഇൻ അപ്പോർഷൻമെൻറ്റ്
suitable basis for the allocation of overhead to departments are needed. That means some equitable basis are required for the allocation of overhead to production department. Okay, equitable basis for the allocation of overhead to production departments are needed. The third difference is that they are direct in nature. They are direct in nature. The item of overheads are directly attributable to particular departments or cost centers. So they are direct in nature. The item of overheads are directly attributable to particular department or cost center or cost unit. Okay, so they are direct in nature. But in apportionment, they are indirect in nature. They are indirect in nature. Okay, നോക്കാം. The items are shared by two or more departments. Items are shared by two or more departments. So they are indirect in nature. അതുകൊണ്ട് തന്നെ മറ്റൊന്ന് പറയുന്നത് ഒരു ഉണ്ടാകുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അത് ആർക്ക് മാത്രമാണ്, ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമാണ് അല്ലേ. അതാണ് ഡയറക്റ്റ് അലോക്കേഷൻ. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞത്. മറ്റേതെന്ന് പറയുന്നത് സം പോർഷൻ അല്ലെങ്കിൽ ഷെയർ മാത്രമേ ആർക്ക് കിട്ടുകയുള്ളൂ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടുകയുള്ളൂ. അത് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ എക്സ്പെൻസസ് അല്ലെങ്കിൽ ആ ഓവർഹെഡ്സ് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേ ആർ ഇൻഡയറക്റ്റ് ഇൻ നേച്ചർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, fourth one, the cost control is more easy as overhead are identified with each department. Cost control is more easy as overhead are identified with each. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും കറക്റ്റായിട്ട് എത്ര രൂപയാണ് ഓവർഹെഡ് ഉണ്ടാകുന്നത് എന്ന് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ കോസ്റ്റിനെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ബട്ട് കോസ്റ്റ് കൺട്രോൾ ഈസ് ഡിഫിക്കൽട്ട് ആസ് ഓവർഹെഡ് ആർ നോട്ട് ഐഡൻറ്റിഫൈഡ് വിത്ത് സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ അപ്പോർച്ച്മെൻറ്റിൻ്റെ കേസിൽ ആ എക്സ്പെൻസ് എന്ന് പറയുന്ന നമുക്ക് ഡയറക്റ്റ് ഇപ്പം സപ്പോസ് ടൈം കീപ്പിങ്ങിൽ തന്നെ ഒരു എമൗണ്ട് അവിടുത്തെ ടൈം കീപ്പിലെ ഓവർഹെഡ് ഇപ്പം കുറച്ചധികം കൂടുതലായിട്ട് കണ്ടു, എമൗണ്ട് കൂടി. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഓവർഹെഡ് കൂടിയത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഓവർഹെഡ് കൂടിയത് എന്ന് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയില്ല. അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഓവർഹെഡിനെ ഒരു സം പ്രൊപ്പോർഷൻ്റെ ബേസിൽ എന്ത് ചെയ്യുകയാണ്, ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോർഷൻമെൻറ്റിൽ. ഓക്കെ, അതാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന ബേസ്. അങ്ങനെ ദർ ആർ 4 differences between allocation and apportionment. Dear students, watch and listen the videos carefully and write the notes on what you mean by allocation of overhead, what you mean by apportionment of overhead, what are the differences between allocation and apportionment of overhead.